നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? വെറുതെ കണ്ണടച്ചാഗ്രഹിച്ചാൽ എല്ലാം നടക്കുമോ? ഒരു കഥ പറയാം. നമ്മുടെ രാജു, അവനൊരു വലിയ ബിസിനസ്സുകാരനാകണം, ഒരുപാട് പണം സമ്പാദിക്കണം. അവൻ എന്നും രാവിലെ എഴുന്നേറ്റ് കണ്ണടച്ചു പറയും, ഞാൻ പണക്കാരനാണ്, ഞാൻ വിജയിയാണ്, എനിക്കെല്ലാം ലഭിക്കും. പക്ഷേ ആ ബിസിനസ് തുടങ്ങാനോ അതിനെക്കുറിച്ച് പഠിക്കാനോ അവനൊരു ചെറിയ ശ്രമം പോലും നടത്തിയില്ല. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. രാജുവിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നില്ല. അവൻ നിരാശനായി. ഈ മാനിഫെസ്റ്റേഷനൊക്കെ വെറും തട്ടിപ്പാണെന്ന് അവൻ വിശ്വസിച്ചു. അപ്പോഴാണ് ഒരു പഴയ സുഹൃത്ത് അവനോട് സത്യം പറഞ്ഞത്. രാജു, വെറും ആഗ്രഹം മാനിഫെസ്റ്റേഷനല്ല. നിന്റെ ചിന്തയും വികാരവും ഒപ്പം കൃത്യമായ കഠിനാധ്വാനവും ചേരുന്നതാണ് യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ. രാജു അത് തിരിച്ചറിഞ്ഞു. അവൻ വെറുതെ ഇരിക്കുന്നത് നിർത്തി, പഠിക്കാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവസരങ്ങൾ അവനെ തേടിയെത്തി. അവന്റെ സ്വപ്നം സത്യമായി തുടങ്ങി. പഴയ രാജുവിനെ പോലെ നിങ്ങളും വെറുതെ സ്വപ്നം കണ്ട് സമയം കളയുകയാണോ? എങ്കിൽ യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ എന്താണെന്നും അതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്നും ഈ വീഡിയോയിൽ കാണാം. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ എവിടെയും മാനിഫെസ്റ്റേഷൻ ഗുരുക്കന്മാരാണ്. ഒരു റീൽ, പിന്നെ മറ്റൊന്ന്, എല്ലാം ഒരേ വാഗ്ദാനം. അവർ പറയുന്നത് കേട്ടാൽ തോന്നും മാനിഫെസ്റ്റേഷൻ ഒരു മാന്ത്രിക വിളക്കാണെന്ന്. ഒന്നുരസിയാൽ ഭൂതം വരും, ചോദിക്കുന്നതെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ തരും. ഇന്ന് രാത്രി എഴുതിവെക്കൂ, നാളെ രാവിലെ അത് നടക്കും. ഒരു സത്യം പറയട്ടെ, ഇതൊക്കെ വെറും തള്ളാണ്. ഇതിലും അപകടകരമായൊരു ഉപദേശമുണ്ട്. നിങ്ങളൊന്നും ചെയ്യണ്ട, പ്രപഞ്ചം എല്ലാം കൊണ്ടുവന്ന് തരുമെന്നത്. പക്ഷെ ഓർക്കൂ, ഇത് കേട്ട് മടിയന്മാരായിരുന്നാൽ മടി മാത്രമേ മാനിഫെസ്റ്റ് ആകൂ. കർമ്മം ചെയ്യാതെ, അതായത് ആക്ഷൻ ഇല്ലാതെ ഒരു ഫലവും കിട്ടില്ല. അടുത്ത തെറ്റിദ്ധാരണയാണ് ടോക്സിക് പോസിറ്റിവിറ്റി. എപ്പോഴും ചിരിക്കണം, നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല, സങ്കടപ്പെടുന്നത് തെറ്റാണെന്നൊരു നിർബന്ധം. പക്ഷേ നമ്മൾ മനുഷ്യരാണ്. സങ്കടവും ദേഷ്യവും എല്ലാം വരും. അതിനെ അടക്കി പിടിക്കുന്നത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. പിന്നെ പലരും കരുതുന്നത് മാനിഫെസ്റ്റേഷൻ എന്നാൽ കാറും പണവും ആഡംബര ജീവിതവും മാത്രമാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സമാധാനം, നല്ല ആരോഗ്യം, നല്ല ബന്ധങ്ങൾ, ആത്മവിശ്വാസം, ഇതൊക്കെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് പലരും പാതി വഴിയിൽ മാനിഫെസ്റ്റേഷൻ ഉപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായ നിരാശയിലേക്ക് വീഴുന്നത്. അപ്പോൾ എന്താണ് സത്യം? സോഷ്യൽ മീഡിയ പറയാത്ത, പക്ഷേ ശാസ്ത്രീയമായ, ജീവിതം മാറ്റാൻ കഴിയുന്ന ആ യഥാർത്ഥ രഹസ്യമെന്താണ്? ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. മാനിഫെസ്റ്റേഷൻ വെറും മാജിക് അല്ല. അതൊരു വിശ്വാസമാത്രവുമല്ല, അതൊരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രത്തിന്റെ യഥാർത്ഥ രഹസ്യം നമ്മുടെ തലച്ചോറിനുള്ളിലെ ഒരു ചെറിയ സിസ്റ്റത്തിലാണ്. അതിന്റെ പേരാണ് RAS, റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ ചുറ്റും ഓരോ നിമിഷവും കോടിക്കണക്കിന് വിവരങ്ങളാണ് നടക്കുന്നത്. ശബ്ദങ്ങൾ, കാഴ്ചകൾ, ഗന്ധങ്ങൾ, ആളുകൾ എല്ലാം ഒരുമിച്ച് തലച്ചോറിലെത്തിയാൽ നമ്മൾ ഭ്രാന്തായി പോകും. അതുകൊണ്ടാണ് RAS എന്ന സിസ്റ്റം ഒരു കാവൽക്കാരനെ പോലെ നമ്മുടെ തലച്ചോറിന്റെ വാതിലിൽ നിൽക്കുന്നത്. അതിനൊരു ജോലി മാത്രമേയുള്ളൂ: നമുക്ക് പ്രധാനം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം അകത്തേക്ക് കടത്തിവിടുക. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇതിനെ റെഡ് കാർ തിയറി എന്ന് വിളിക്കും. നിങ്ങളൊരു ചുവന്ന കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതൂ. അന്നുവരെ റോഡിൽ എത്ര ചുവന്ന കാറുകൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടേയില്ല. പക്ഷെ പിറ്റേ ദിവസം മുതൽ എവിടെ നോക്കിയാലും ചുവന്ന കാറുകൾ തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു ചോദ്യം: ആ കാറുകൾ പെട്ടെന്നുണ്ടായി വന്നതാണോ? അല്ല, അവ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നുവരെ നിങ്ങളുടെ RAS അത് പ്രധാനം എന്ന് കരുതിയില്ല. ഇപ്പോൾ നിങ്ങൾക്കത് വേണം. അതിനാൽ RAS അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നടക്കുന്നത്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്, RAS അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. എനിക്ക് ഒന്നിനും കൊള്ളില്ല എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങളുടെ പരാജയങ്ങളും കുറവുകളും പ്രശ്നങ്ങളും മാത്രമേ RAS നിങ്ങൾക്ക് കാണിച്ചു തരൂ. പക്ഷേ
എനിക്ക് വിജയിക്കാൻ കഴിയും എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതുവരെ നിങ്ങൾ കാണാതിരുന്ന അവസരങ്ങളും വഴികളും ആളുകളും പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. ചുരുക്കി പറഞ്ഞാൽ RAS ഒരു ഗൂഗിൾ സെർച്ച് എഞ്ചിൻ പോലെയാണ്. നിങ്ങൾ എന്ത് തിരയുന്നുവോ അതുമാത്രമേ അത് നിങ്ങൾക്ക് കാണിച്ചു തരൂ. അപ്പോൾ മനസ്സിലായല്ലോ, മാനിഫെസ്റ്റേഷൻ എന്നത് മാജിക് അല്ല, നമ്മുടെ RASനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പാകപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. വെറുതെ ആഗ്രഹിച്ചാൽ പോരാ, നമ്മുടെ ലക്ഷ്യം RASലേക്ക് രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടിയാണ് വിഷ്വലൈസേഷനും എഴുത്തും ആവർത്തിച്ച ചിന്തകളും എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ചോദ്യം ഒന്നു മാത്രം: നമ്മുടെ RASനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം? നമ്മുടെ സ്വപ്നങ്ങൾക്കായി അതിനെ എങ്ങനെ ജോലി ചെയ്യിക്കാം? അതിനുവേണ്ട 3 പ്രായോഗിക ഘട്ടങ്ങൾ ഇതാ. ഇനി അതിലേക്ക്. ഒന്നാമത്തെ സ്റ്റെപ്പ് വ്യക്തത അഥവാ ക്ലാരിറ്റി. നിങ്ങളുടെ RASന് കൃത്യമായ ലൊക്കേഷൻ കൊടുക്കണം. എനിക്ക് കുറേ പണം വേണം, എനിക്കൊരു നല്ല ജോലി വേണം, ഇതുപോരാ. ഇത് നിങ്ങളുടെ തലച്ചോറിന് മനസ്സിലാവില്ല. കൃത്യമായി പറയണം എന്തു വേണം, എപ്പോൾ വേണം, എത്ര വേണം. സ്പെസിഫിക് ആയ കാര്യങ്ങൾക്ക് RAS പ്രതികരിക്കൂ. ഗൂഗിൾ മാപ്പിൽ വെറുതെ യാത്ര ചെയ്യണമെന്നടിച്ചാൽ വഴി കാണിക്കില്ലല്ലോ. ലൊക്കേഷൻ കൃത്യമാക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് വിഷ്വലൈസേഷൻ വിത്ത് ഇമോഷൻ. ഇവിടെയാണ് ഭൂരിഭാഗം പേർക്കും തെറ്റുന്നത്. കണ്ണടച്ച് ഒരു സിനിമ കാണുന്നത് പോലെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ തലച്ചോറിന് വെറുമൊരു പകൽ സ്വപ്നം മാത്രമാണ്. പകരം നിങ്ങളത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കണം. ആ കാറിൻ്റെ സ്റ്റിയറിംഗിലെ സ്പർശനം, ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന സന്തോഷം, ആശ്വാസം, നന്ദി, ഈ വികാരങ്ങളാണ് ഇമോഷൻസ് RASനെ ട്രിഗർ ചെയ്യുന്നത്. തലച്ചോറിന് സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. നിങ്ങൾ ആത്മാർത്ഥമായി ഫീൽ ചെയ്താൽ അത് നടന്നു കഴിഞ്ഞു എന്ന് തലച്ചോറ് വിശ്വസിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പ് ഇൻസ്പയർഡ് ആക്ഷൻ. സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ വിഷ്വലൈസ് ചെയ്തു തുടങ്ങുമ്പോൾ RAS നിങ്ങൾക്ക് അവസരങ്ങൾ കാണിച്ചു തരും. അപ്പോൾ മടിച്ചു നിൽക്കരുത്. ഒരു ഉൾവിളി തോന്നും, ആ സമയത്ത് പ്രവർത്തിക്കുക, റിസ്ക് എടുക്കുക. അതാണ് പ്രപഞ്ചം നിങ്ങൾക്കായി തുറക്കുന്ന വാതിൽ. ഈ 3 കാര്യങ്ങളും വ്യക്തത, വികാരം, പ്രവർത്തനം ഒരുമിച്ചു വന്നാൽ ഫലമുറപ്പാണ്. നമ്മുടെ രാജു ചെയ്തതും ഇതാണ്. അവൻ സ്വപ്നം കണ്ടു, വിശ്വസിച്ചു, കഠിനമായി പ്രയത്നിച്ചു. ഇനി നിങ്ങളുടെ ഊഴമാണ്. നാളെയാകട്ടെ എന്ന് കരുതി മാറ്റിവെക്കരുത്. ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ഒരു പേനയും പേപ്പറും എടുക്കുക. നിങ്ങളുടെ ലക്ഷ്യം കൃത്യമായി എഴുതി വയ്ക്കുക. എന്നിട്ട് ആദ്യത്തെ ചെറിയ ചുവടുവെപ്പ് നടത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.